ഇപ്പോൾ നിങ്ങൾ കണ്ട ആൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഞാൻ കാണുന്ന സമയത്തൊന്നും ഇത് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കുറേ ഷോർട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനൊരു ഷോപ്പിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെ 3 കളറേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഈ ഓറഞ്ചും പിന്നെ ഒരു യെല്ലോ പിന്നെ കുറച്ച് ഗ്രീനും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഞാൻ ഈ ഫ്ലവർ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിലത്തെ കമ്പി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതായത് ഇതിന് ഗ്ലൂ ഒന്നും വേണ്ട. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് വളച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഗ്രീൻ വെച്ച് ഞാൻ 2 ലീഫും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഫ്ലവറാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.